ചാടണ മാർഗമുണ്ട്. കണ്ണടി വരികില്ലേ കണ്ണായ നിന്നെ ഞാൻ പൊന്നാടയണിയിക്കാം. ഇന്നിവിടെ പൂരമല്ലേ കണ്ണടി വരികില്ലേ കണ്ണായ നിന്നെ ഞാൻ പൊന്നാടയണിയിക്കാം. അമ്പലമുറ്റത്ത് കാണുന്ന കത്തറ മുന്നില ഞാനിരിക്കാം. ഉണ്ണേട്ടാ മുന്നില ഞാനിരിക്കാം. അമ്പലമുറ്റത്ത് കാണുന്ന കത്തറ മുന്നില ഞാനിരിക്കാം. ഉണ്ണേട്ടാ മുന്നില ഞാനിരിക്കാം. എന്നോടെന്ത് മിണ്ടാത്തേ എന്നെ എന്ത് കാണാത്തേ ചേട്ടാ എന്നെ എന്ത് കാണാത്തേ എന്നെ വന്നോ ചേട്ടാ എൻ്റെ നേട്ടാ എന്നെ വെറുത്തോ ചേട്ടാ. ഇന്നിവിടെ പൂരമല്ലേ കണ്ണടി വരികില്ലേ. പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഈ പുറത്തു നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഈ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുക. മേക്കപ്പ്, ഡ്രസ്സിങ് അതൊക്കെ പൊതുസമ്മേളനം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സമയം അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾക്കെല്ലാം യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരും നിശബ്ദരായിരിക്കണം. കുട്ടികളെല്ലാവരും നിശബ്ദരായിരിക്കണം. കുട്ടികളെല്ലാവരും നിശബ്ദരായിരിക്കുക. നമ്മുടെ താഴത്തുളക്കട ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഞങ്ങൾക്കെപ്പോഴും പാലിയാരംഭഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹുവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഈ വർഷത്തെ സ്കൂൾ വാർഷിക ആഘോഷ ചടങ്ങുകൾ അതിന്റെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിലേക്ക് കടക്കുകയാണ്. വളരെയധികം ചാരിതാർത്ഥ്യത്തോടെയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ നിങ്ങളെ പോലെ തന്നെ ഞാനും നിൽക്കുന്നത്. നമുക്ക് സമയബന്ധിതമായി പ്രോഗ്രാമുകൾ തീർക്കണം എന്നുള്ളതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നമ്മൾ 5 മണി എന്നാണ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ ഉദ്ദേശിച്ചിരുന്നത്. കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ ടീ ബ്രേക്ക് തന്നിട്ടും നിങ്ങൾ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റിയിരിക്കുന്ന അവിടെ കുറച്ച് പേരിനെയും പുറത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് ഒരിക്കൽ കൂടി. ഈ വർഷവും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം കുളക്കട സബ് ജില്ലയിലെ UP സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുത്ത, മുൻ വർഷത്തേതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുത്ത ഒരു വർഷം കൂടിയാണ്. നമുക്ക് തുടരുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മുടെ സബ് ജില്ലയിലെ UP സ്കൂളുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ വർഷവും അഡ്മിഷൻ എടുത്തു. വരും വർഷങ്ങളിലും എല്ലാ രക്ഷകർത്താക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹായ സഹകരണങ്ങൾ തുറന്നു ഉണ്ടാകും എന്ന് ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അതിനുപരി കഴിഞ്ഞ 3-4 വർഷമായി കുളക്കട സബ് ജില്ലാ കലോത്സവത്തിന് UP വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഈ വർഷവും നമുക്ക് നമ്മുടെ ചെറുകുട്ടികളുടെ അവരുടെ പ്രയത്നം മൂലം എല്ലാവരുടെ ആത്മാർത്ഥമായ സഹായം മൂലം ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഈ വർഷം നമുക്ക് വാങ്ങിക്കുവാൻ കഴിഞ്ഞു. ഓർക്കുന്നു ആ ചടങ്ങിന് അവരുടെ എല്ലാ മഹനീയ സാഹിത്യം ഉണ്ടായിരുന്നു എന്നുള്ളതും ഓർക്കുകയാണ്. സബ് ജില്ലാ കലോത്സവത്തിൽ എന്നതിലുപരി സ്കൂൾ ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും സാമൂഹ്യ ശാസ്ത്രമേളയിലും ഈ വർഷം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മുടെ സന്തോഷം വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്.
നമ്മുടെ ഇതിനെല്ലാം ഘടകമായി നിന്നിട്ടുള്ളത് നല്ലവരായ നമ്മുടെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും അതിനുപരി നമ്മുടെ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളായ ഒരു കൂട്ടം ആൾക്കാരുമാണ്. അവരെല്ലാം വളരെ നന്ദിയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അവർക്കെല്ലാം വളരെ ഞങ്ങളുടെ സ്കൂളിന്റെ വക സ്നേഹം ഈ അവസരത്തിൽ ഈ വേദിയിൽ അറിയിക്കുകയാണ്. ഞങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾക്കെല്ലാം നമ്മുടെ ആനുവൽ ഡേയുടെ സമയമായതുകൊണ്ട് തന്നെ ഒന്നിലധികം ഫംഗ്ഷനുകളിൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് സ്വാഗത പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിലുപരി നമുക്ക് മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം നമ്മുടെ സ്കൂളിന്റെ വാർഷികം PTA എക്സിക്യൂട്ടീവിന്റെ എല്ലാം തീരുമാനമനുസരിച്ച് മറ്റൊരു വേദിയിലേക്ക് നമുക്കിവിടെ ഏതാണ്ട് 2 കിലോമീറ്റർ സ്കൂളിൽ നിന്നും ദൂരെയുള്ള നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒരുപോലെ നമ്മൾ ചർച്ച ചെയ്തു. PTA എക്സിക്യൂട്ടീവിലും PTA ഒക്കെ നമ്മളിത് ചർച്ച ചെയ്തു. എല്ലാത്തിനും ഒരു മാറ്റം ആവശ്യമാണ്. 10-15 വർഷം മുമ്പ് നമ്മൾ വാർഷികം ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള സൗകര്യത്തിൽ പരിമിതമായ സൗകര്യത്തിൽ ബെഞ്ചുകൾ നിരത്തി സ്റ്റേജ് ഇട്ട് നമ്മുടേതായ ലൈറ്റുകൾ ഉൾപ്പെടെ സംവിധാനത്തോടുകൂടി 10-15 വർഷം മുമ്പ് സ്കൂൾ വാർഷികം നടത്തിയത് ഒരുപക്ഷെ പഴയ ആൾക്കാർക്കെല്ലാം ഓർമ്മ കാണും. അതിനുശേഷം നമ്മൾ സ്കൂളിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് തന്നെ സ്കൂളിന്റെ സ്കൂൾ ഹാളിന് പുറത്തേക്ക് നമ്മുടെ വേദി മാറ്റി. വീണ്ടും 2-3 വർഷത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ താഴത്തോലക്കട സ്കൂളിന്റെ ഫ്രണ്ടിലൂടെ ഗ്രൗണ്ടിലായിരുന്നു നമ്മൾ വാർഷിക ആഘോഷ ചടങ്ങുകളും അതുപോലെ തന്നെ പഠനോത്സവമൊക്കെ 2 ദിവസമായിട്ട് വരെ നീണ്ടുനിന്ന പഠനോത്സവവും വാർഷികമൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. എല്ലാത്തിനും ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയും അതുപോലെ ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് പുറത്ത് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഏകദേശം 6:30-7 മണി ആകാതെ നമുക്ക് ഓപ്പൺ സ്റ്റേജിൽ പരിപാടികൾ തുടങ്ങാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള പൊതുസമ്മേളനമൊക്കെയാണ് തുടങ്ങുന്നത് 6:45-7 മണിക്കാണ്. അപ്പൊ പൊതുസമ്മേളനം തീർന്നു വരുമ്പോൾ ഏതാണ്ട് 8:30-9 മണിയാകുമ്പോഴത്തേക്ക് പൊതുസമ്മേളനം തീരും. അതിനുശേഷം അടുത്തൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പരിപാടികൾ തുടങ്ങി അത് കഴിഞ്ഞ വർഷമൊക്കെ അവസാനിച്ചത് ഏതാണ്ട് 1:30 മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രോഗ്രാമുകൾ. കാരണം നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും കലാപരിപാടികളിൽ പങ്കെടുപ്പിച്ച് അവർക്ക് കഴിയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഈ വേദിയിൽ വന്ന് അവർക്ക് നടത്തുവാനൊരു അവസരം കൂടിയാണ് ഇത്തരം വാർഷിക ആഘോഷ ചടങ്ങുകൾ എന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ പരിപാടികൾ ഒരുപാട് നീണ്ടുപോകുമ്പോൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ വർഷം നമ്മളൊരു തീരുമാനമെടുത്തു, 10 മണിക്ക് മുമ്പ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കണം. അതിനുപരി ജയൻ സാറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു പുറത്തേക്കുള്ള ബോക്സുകളൊക്കെ വെച്ച് നമുക്ക് വലിയ ബോക്സുകളൊക്കെ കുട്ടികളുടെ പരിപാടികളൊന്നും കൊടുക്കണമെങ്കിൽ അല്പം സൗണ്ടും അതുപോലെ ലൈറ്റും ഒക്കെ വേണം, ഒക്കെ വേണം. അപ്പൊ ഈ സൗണ്ടുകളൊക്കെ ഇപ്പൊ SSLC പരീക്ഷയുടെ സമയമാണ്, +2 പരീക്ഷയുടെ സമയമാണ്. നമ്മൾ ഒരുപാട് ഓപ്പൺ സ്റ്റേജുകളിൽ രാത്രി 1:30 മണി വരെ 2 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ അവര് പ്രത്യേകം നമ്മളോടൊന്നും പറയത്തില്ലെങ്കിൽ പോലും നമ്മൾ മാതൃക കാട്ടേണ്ടത് അധ്യാപകരും വിദ്യാർത്ഥികളും ഈ സമൂഹവുമാണ് എന്നുള്ള ആ ഒരു മാതൃക മാത്രമാണ് ഞങ്ങൾ ഈ വേദി ഇതിന്റെ ഇൻഡോറിലേക്ക് മാറ്റുവാൻ തീരുമാനമെടുക്കാനുണ്ടായിരുന്ന ആദ്യത്തെ ഘടകം എന്നുള്ളത് ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെയും എല്ലാവരെയും ഒന്ന് അറിയിക്കുകയാണ്. കാരണം പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ അഭിപ്രായങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതുകൊണ്ട് ആണ് ഞാൻ ഇത്രയും ഇവിടെ സൂചിപ്പിച്ചത്. പിന്നീട് മറ്റ് പല ഘടകങ്ങളും, മഴയൊരു ഘടകമാണ്, ചിലപ്പോൾ മഴ പെയ്യാം, അതുപോലെ ചൂട്, ഇതെല്ലാം ഒരു ഘടകമായതുകൊണ്ടാണ് അടുത്ത വർഷം നമുക്ക് ഇതിൽ നിന്നുള്ള പ്രചോദനം അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള നമുക്ക് ഡീമെറിറ്റ്സുകളൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് അടുത്ത വർഷം മറ്റൊരു വേദിയിലേക്ക് മാറാമെന്ന് ഉറപ്പ് തരുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞങ്ങളുടെ കർത്തവ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്താൻ ഏറ്റിട്ട് ഇവിടെ കൃത്യസമയത്ത് തന്നെ 4:15 ഇവിടെ എത്തിയിരുന്നു. നമ്മുടെ എല്ലാ പ്രിയങ്കരനായ നമ്മുടെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. രഞ്ജിത്ത് കുമാറാണ്. എന്റെ സുഹൃത്തും നമ്മുടെ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷിയും എല്ലാമായ ശ്രീ രഞ്ജിത്തിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹാർദമായി നമ്മുടെ ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കലാമത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതും നമ്മൾക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന പുത്തൂർ
പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ TJ ജയേഷ് സാറാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് സഹകരിക്കുന്ന ജയേഷ് സാറിന് നമ്മുടെ സ്കൂളിന്റെ വക ഒരു ആഗ്രഹം കൂടി നമ്മൾ ഈ രീതിയിൽ വെച്ച് നൽകുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ വാർഷികാഘോഷ ചടങ്ങുകളിലേക്ക് ഹാർദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. PTA പ്രസിഡന്റ് ഗിരീഷ് കെ കുമാർ കഴിഞ്ഞ 2-3 ആഴ്ച കാലമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും നമ്മളോടൊപ്പമുണ്ട്. ഔപചാരികമായിട്ട് ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആദരവ് നൽകുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡ് ജേതാക്കൾക്കും ഒക്കെയുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യയായ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവും നമ്മുടെ അഭ്യുദയകാംക്ഷിയും എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം എല്ലാ വർഷങ്ങളിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ആർ എസ്പിയെ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഹാർദ്യമായി നമ്മുടെ ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യും, ഈ ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുള്ള സജി കടുക്കാല കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള കുളക്കട വെട്ടിക്കോല ബ്ലോക്കിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ A. അജി വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുളക്കട പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു T വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള സമീപനം അടുത്ത സമയത്ത് വെട്ടിക്കോല ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പളുങ്ക് എന്ന് പറയുന്ന ഒരു കൈപ്പുസ്തകം, ചിത്രകഥാ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്കൂളിൽ ഉദ്ഘാടന സെഷനിൽ തന്നിരുന്നു. അത് വെട്ടിക്കോല പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ബോധവൽക്കരണ പ്രക്രിയയായിരുന്നു. ശ്രീ N. മോഹൻ അവരെ വളരെ ആദരപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ മണക്കരപ്പുര അജയകുമാറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PT ഇന്ദുകുമാർ എത്തിസമയത്തുള്ളിൽ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുളക്കട ഗ്രാമപഞ്ചായത്തിൽ കുളക്കട വാർഡിന്റെ മെമ്പർ കൂടിയായ ശ്രീമതി സന്ധ്യ S. നായർ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. വളരെ ആദരപൂർവ്വം ശ്രീമതി സന്ധ്യ S. നായരെ നമ്മുടെ ഈ വാർഷികാഘോഷ ചടങ്ങുകളിലേക്ക് ഹാർദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കുളക്കട AEO സാറിവിടെ എത്താൻ എന്നറിയിച്ചിട്ടുണ്ട്. കുളക്കട BRC BPC ശ്രീമതി രാജ ടീച്ചർ രാവിലെ ഇവിടെ ഉണ്ട്. പരിപാടിക്കിടയിൽ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടാണ് പോയത്. അതോടൊപ്പം തന്നെ നമ്മുടെ താഴത്ത് കുളക്കട 653 നമ്പർ NSS കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ നമ്മുടെ സ്കൂളിന്റെ ആദ്യകാലം മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏതാവശ്യത്തിലും സ്കൂളിന്റെ നേതൃത്വപരമായിട്ടുള്ള സമീപനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ രീതിയിലും സ്കൂളിനോട് സഹകരിച്ചു വരുന്ന നമ്മുടെ കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ സുഹൃത്ത് ആനന്ദൻ തമ്പി അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത മാവടി ശ്രീ നാരായണ വിലാസൻ ലൈബ്രറിയുടെ സെക്രട്ടറി കൂടിയായ ശ്രീ KS ദേവകുമാർ വളരെ നേരത്തെ തന്നെ നമ്മുടെ പരിപാടികളിൽ ഇവിടെ സജീവ സാന്നിധ്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നതാണ്. ഇവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് ഏകദേശം 10-11 മണി വരെ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. അതിനിടയ്ക്ക് എത്തിക്കോളം കുഴപ്പമില്ല, നമ്മുടെ പരിപാടികൾ മുടക്കമില്ലാതെ തുടരട്ടെ എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരെയും നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ R. സുരേന്ദ്രൻ നായർ, അതേപോലെ തന്നെ NSS താലൂക്ക് യൂണിയൻ അംഗം ആദർശ് PS, താഴ്ത്തോളക്കട 653 നമ്പർ കരയോഗത്തിന്റെ സെക്രട്ടറി സന്തോഷ് കുമാർ B, കുളക്കട കിഴക്ക് കരയോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ മധുസൂദൻ പിള്ള MD, NSSന്റെ പ്രതിനിധിസഭ അംഗം ശ്രീ വിഷ്ണു T,
കുളക്കട GDDL പ്രസിഡന്റ് HM ശ്രീമതി അജിതകുമാരി ടീച്ചർ, ബദൽ സ്കൂളിന്റെ HM ശ്രീമതി തങ്കം ജോൺ, കുളക്കട കിഴക്ക് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ശ്രീ ബിജുകുമാർ ടി ഇവിടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കഴിവ് ചാരിറ്റബിൾ സൊസൈറ്റി മാവടിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DS സുനിൽ, ഇന്റർനാഷണൽ ലൈബ്രറിയുടെ പ്രസിഡന്റ് T സുനിൽകുമാർ, ദേശീയ വായനശാല മർദ്ദനപ്പുഴയുടെ സെക്രട്ടറി ശ്രീ K രാധാകൃഷ്ണപിള്ള, എല്ലാവരെയും എല്ലാ വിശിഷ്ട അതിഥികളെയും അവരൊക്കെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഒരുപാട് പേരുണ്ട്. നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള USS കരസ്ഥമാക്കിയ +2 SSLC പരീക്ഷകൾക്ക് ഫുൾ A+ഉം വിജയികളായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ രക്ഷകർത്താക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹപ്രവർത്തകര് എല്ലാവരെയും സമയപരിമിതി മൂലമാണ് ഒറ്റ വാക്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഇവിടെ ഈ കുട്ടികൾ ഒരുക്കുന്ന നൃത്ത സന്ധ്യ ദൃശ്യതീരുന്നു. അവര് കൃത്യം ഒരു 10 ദിവസം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇതിന്റെ നൃത്തം അവർക്ക് അതിനുള്ള പ്രാക്ടീസ്, കാരണം പരീക്ഷയുടെ സമയമാണ്. ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ മോഡൽ പരീക്ഷയും നടത്തുന്നുണ്ട്. 3 തരം മോഡൽ പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതൽ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പൊ അവർക്ക് നിയന്ത്രിതമായിട്ടുള്ള സമയമാണ് നമ്മൾ അനുവദിച്ചിരുന്നത്. കൂടാതെ നമ്മുടെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഴാമത്തെ നിർദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ശ്യാമ നിഖില എന്നിവരുടെ വളരെയധികം നല്ല രീതിയിലുള്ള സഹായവും അവരുടെ ചുവടുകൾ ചിട്ടപ്പെടുത്തുന്നതിന് ഒരു അഭിമുഖമായിട്ടുണ്ട്. അവരെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതമാണ്. കുട്ടികളുടെ പ്രോഗ്രാമുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാൻ ഞാൻ പറഞ്ഞു. വളരെ ചെറിയ സമയം കൊണ്ടാണ് ഇവിടെ ഇത് പഠിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കഴിവുകളെ രക്ഷകർത്താക്കൾ നാട്ടുകാരെ എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ക്ഷണിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ ദൃശ്യവിരുന്നിനെ മാറ്റിക്കൂട്ടുന്നതിന് തെളിമ കൂട്ടുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള LED വാൾ നമ്മുടെ 3-4 വർഷമായി നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ബാലി ഉൾപ്പെടെയുള്ള അതിന്റെ സഹപ്രവർത്തകരുണ്ട്. അതുപോലെ ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന സുരേന്ദ്രനും അവരുടെ ടീം, അതുപോലെ നമുക്ക് ലൈറ്റ് സംവിധാനം ചെയ്തു വരുന്ന കൊട്ടാരക്കര രാജേഷ് ടീം, അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം പൊതുസമ്മേളന സെഷനിലേക്കും തുടർന്നു വരുന്ന കലാപരിപാടികളിലേക്കും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുക. എല്ലാ നാട്ടുകാരെയും എല്ലാവരെയും ഹാർദമായി, സമയം കുറവുകൊണ്ടാണ് ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. അവർക്കെല്ലാം പോകാൻ തിരക്കുള്ളവരാണ്. സ്വാഗതം ചെയ്യുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹെഡ്മാസ്റ്റർ വിശിഷ്ടാംഗങ്ങളെയും മറ്റ് സന്നിധാനങ്ങളെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇനി വിശിഷ്ട വ്യക്തികൾക്ക് നിയുക്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്കാണ് കടക്കാനുള്ളത്. ആദ്യമായി ഈ ചടങ്ങിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഉദ്ഘാടനം. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ ആത്മസുഹൃത്തുമായ ശ്രീ രഞ്ജിത്തിനെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി R രശ്മി, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ A.H, കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു T, ബഹുമാനായ പട്ടേൽ സബ് ഇൻസ്പെക്ടർ ശ്രീ ജയേഷ് സാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ N മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി സന്ധ്യ, വേദിയിലുള്ള കലാലയത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അനന്തപുരി സാർ, മാധവി ജയകുമാർ, ബഹുമാനരായിട്ടുള്ള അധ്യാപകരെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലുള്ള 2 പേര് ആൽത്തൂശ്ശേരി സ്കൂളിന്റെ വാർഷികത്തിന് പോകേണ്ടതാണ്. അവിടെ ഇതേ സമയത്ത് വാർഷിക പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പേര് ആശംസ അർപ്പിച്ച് പോയതിനു ശേഷം ഞാൻ സംസാരിക്കാം. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി, എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി ഈ വർഷത്തെ വാർഷിക പരിപാടി ഔപചാരികമായി നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. 2 പേര് 2 വാക്ക് ആശംസ അർപ്പിച്ച് പോയതിനു ശേഷം സംസാരിക്കും. കർത്തവ്യത്തിലേക്ക് ക്ഷണിച്ചു.
അധ്യക്ഷൻ PTA പ്രസിഡന്റ് ഗിരീഷ് അവറുകൾ, ബഹുമാന്യനായ സ്വാഗതം ആശംസിച്ച നമ്മുടെ സ്കൂളിന്റെ പ്രഥമാധ്യാപകൻ TN ഹേമന്ത് അവറുകൾ, ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന രജിത് കുമാർ അവറുകൾ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള പുത്തൂർ SI ജയേഷ് സാർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AAG, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട മോഹൻ അവർകൾ, കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു T, സന്ധ്യ, വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള NSS കരയോഗത്തിന്റെ പ്രസിഡന്റ് G അനന്തൻ തമ്പി, ഏറ്റവും ബഹുമാന്യരായ അധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയമുള്ളവരെ, ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടടുത്ത SBMM NSS സ്കൂളിന്റെ വാർഷിക ആഘോഷ ചടങ്ങുകൾ കൂടി നടക്കുകയാണ്. അതിൽ പങ്കെടുക്കേണ്ടതാണ് ഞാനും അജിനീമ്പറും. അതുകൊണ്ടാണ് അവിടെ തുടങ്ങാറായി, ഞങ്ങൾ രണ്ടും ചെന്നാലേ അവിടെ പരിപാടി തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആശംസകൾ അർപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. വേദിയിരിക്കുന്നവരെല്ലാവരും വളരെ വിശദമായി സംസാരിക്കും. എന്നാൽ കഴിഞ്ഞ ഒരു അക്കാദമിക വർഷം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം മികവുകൾ നമ്മൾ തേടിയെത്തിയതാണ്. എല്ലാ മേളകളിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഈ സ്കൂളിന് ഈ വരും നാളുകളിലും ഇതുപോലുള്ള വിജയങ്ങൾ നമ്മുടെ സ്കൂളിനെ തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വർത്തമാനം അവസാനിപ്പിക്കട്ടെ. പോയിട്ട് തിരിച്ചു വരും. എല്ലാവിധ ആശംസകളും നേർന്നു. നമ്മുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത വെട്ടിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീമാൻ S രഞ്ജിത് കുമാർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീമാൻ ഗിരീഷ് കുമാർ, സ്വാഗതം പറഞ്ഞ നമ്മുടെ HM ഹേമന്ത് സാറ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പുത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയേഷ് സാറ്, അതേപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പോറ്റ് വാർഡിന്റെ പ്രിയങ്കരനായ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമാൻ അഡ്വക്കേറ്റ് PT ഇന്ദുകുമാർ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാലം വന്നതോടുകൂടി ആ ഒറ്റപ്പെട്ട ഒരു തൊലിത്തായി കിടന്നിരുന്ന താഴ്ത്തുള്ള കിടക്ക് ഒരു പൊതുജീവൻ ലഭിക്കുകയും ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രമഫലമായി ഒരു പുതിയ പാലം വന്നപ്പോൾ അക്കരെ നിന്നും ഒട്ടേറെ ആൾക്കാരോട് നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഉള്ളൊരു സാഹചര്യം കൂടി ലഭിച്ചു. അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ താഴ്ത്തുറകട വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്റ്റേഡിയം വരുന്നു. ഇതെല്ലാം നമ്മുടെ ആ പ്രദേശത്തിൻ്റെ മാറ്റങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ 24-25 വർഷത്തെ കാലയളവിൽ നമുക്ക് UP സ്കൂളിന് കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഒട്ടേറെ വിദ്യാർത്ഥികൾ അതിന് വിജയിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ താഴ്ത്തുറകട മൈതാനിയിൽ വലിയ പരിപാടിയായിട്ടാണ് സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ സമയബന്ധിതമായി പരിപാടികൾ അവസാനിപ്പിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം തന്നെ ഇവിടെ ഈ ഉദ്ഘാടന സമ്മേളനമോ പ്രസംഗമോ ഒന്നും അല്ല പ്രധാനം. ഈ കുട്ടികളുടെ കലാപരിപാടികളാണ്. അത് കാണുവാനും ആസ്വദിക്കാനുമാണ് രക്ഷകർത്താക്കളും ഉൾപ്പെടെ എല്ലാവരും വന്നിട്ടുള്ളത്. സ്കൂൾ വാർഷികങ്ങളുടെ സമയമാണ്. ഗവൺമെൻറ് ഹൈസ്കൂളുകളുടെയും എയ്ഡഡ് ഹൈസ്കൂളുകളുടെയും എല്ലാം വാർഷികം ഫെബ്രുവരി മാസത്തിൽ തന്നെ അവസാനിച്ചു. LP സ്കൂളുകളുടെയും UP സ്കൂളുകളുടെയും വാർഷികം നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷമായി എല്ലാ അധ്യയന വർഷവും അവസാനിക്കുന്ന സമയത്ത് പഠനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ള തീരുമാനവും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അധ്യയന വർഷം സ്കൂളിൽ നടന്ന മെച്ചപ്പെട്ട പരിപാടികളെക്കുറിച്ചുള്ള ആ പരിപാടികൾ ഏതൊക്കെയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും അത് പൊതുജന മധ്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന പരിപാടിയാണ് പഠനോത്സവം. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ UPസിൽ അഡ്മിഷൻ എടുക്കുന്ന കലാമത്സരങ്ങളിലും മറ്റ് വിവിധ പരിപാടികളിലും പാഠ്യേതര വിഷയങ്ങളിലടക്കം ഏറ്റവും മെച്ചപ്പെട്ടു നിൽക്കുന്ന മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് താഴ്ത്തുറകട DB UP സ്കൂൾ. വളരെ നല്ല പരിപാടിയായിട്ട് ഇത്തവണയും സംഘടിപ്പിക്കാൻ കഴിയട്ടെ.
നിങ്ങൾ പേരിട്ടത് തന്നെ ഉയരെ എന്നാണ് പേരിട്ടത്. നമ്മുടെ ഉയരം കൂടുന്തോറും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് ശീലങ്ങൾക്ക് മാറ്റം വരേണ്ടതാണ്. വിനയവും സ്നേഹവും സഹജീവികളോടുള്ള ദൈനാനുകമ്പയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയരത്തിൻ്റെ മാനദണ്ഡമാണ്. ഏറ്റവും കൂടുതൽ ബിരുദം നേടിയെന്നോ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയെന്നോ ഏറ്റവും വലിയ സമ്പത്ത് നേടിയെന്നോ ഏറ്റവും ഉയർന്ന ജോലി നേടിയോ എന്നുള്ളതല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മ, മറ്റുള്ളവരോട് കാണിക്കേണ്ട സഹാനുഭൂതിയും സ്നേഹവും, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ബഹുമാനിക്കുക, ഗുരുജനങ്ങളെ ആദരിക്കുക, നമ്മൾ ജീവിക്കുന്ന ഗ്രാമം, നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുപാട് ഇതെല്ലാം കൃത്യമായി ഓർത്തിരിക്കുവാനും വന്ന വഴി മറക്കാതിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം, ഈ പരിപാടിയെല്ലാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗിരീഷ് കുമാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വെട്ടിക്കാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത് കുമാർ അവർകൾ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ കൂടിയായിട്ടുള്ള ഹേമന്ത് സാർ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ കുളക്കട ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടും വെട്ടിക്കോല ബ്ലോക്കുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി ജനപ്രതിനിധികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് ഈ സ്കൂളിനോടും ഈ നാടിനോടുമുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയും എടുത്ത് പറയുന്നില്ല. ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, NSSൻ്റെ ചുമതലയുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്, കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ടവർ. ഇത്തരത്തിലുള്ള ചടങ്ങിനെ കുറിച്ച് ഹേമന്ത് സാർ പറഞ്ഞപ്പോൾ ഞാൻ സാറിന് പറഞ്ഞു, വളരെ സന്തോഷമാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ. കാരണം നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് ഇത്തരത്തിലുള്ള മക്കളുമാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പരിപാടികൾ കാണുമ്പോഴോ ഉള്ളത്. എനിക്ക് ഏറ്റവും പുറകിലായിരിക്കുന്ന കുറച്ച് രക്ഷകർത്താക്കളുണ്ട്. ഈ രക്ഷകർത്താക്കൾക്ക് അവരുടെ മക്കളെ ഒരുക്കി ഇത്തരത്തിലുള്ളൊരു വേദിയിൽ കൊണ്ടുവന്ന് അവരുടെ പെർഫോമൻസ് കാണുന്നതിനുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ മകളും എൻ്റെ മകനുമെല്ലാം പഠിക്കുന്ന സ്കൂളുകളിൽ ഇതുപോലെ പോകുമ്പോൾ നമ്മൾ മാക്സിമം എത്രയൊക്കെ തിരക്കുണ്ടായാലും അവിടെ നിന്നെല്ലാം മാറി കുറച്ചു നേരം അവരുടെ പരിപാടി കാണാൻ സമയം കിട്ടുന്ന ഒരാളാണ്. അതിനകത്തുണ്ടാകുന്ന സന്തോഷം ഏറ്റവും വലുതാണെന്ന് എനിക്കറിയുകയും ചെയ്യും. ഈ സ്കൂളിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഇവിടെ പറഞ്ഞവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലൊരു സപ്ലിമെന്റ് എത്തിക്കാണും. ഈ സപ്ലിമെന്റിനകത്ത് ആ സ്കൂളിനെ കുറിച്ച് എത്രയും ചെറുതാക്കാവോ അത്രയും ചെറുതാക്കിയാണ് സ്കൂളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അടിച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നതുകൊണ്ടാണ് ആ സപ്ലിമെന്റിനകത്ത് സ്കൂളിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ 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 ചെറുതാക്കി അടിക്കേണ്ടി വന്നത്. അത്രത്തോളം ഒരു നല്ല സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഈ കുളക്കട സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്ത സ്കൂൾ ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രക്ഷകർത്താക്കൾ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം മാനദണ്ഡമാക്കിയായിരിക്കും ആ സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയാം. അത്തരത്തിൽ എല്ലാ വിഭാഗത്തിലും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്കൂളിൽ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നു എന്നുള്ളതും ഓരോ രക്ഷകർത്താക്കൾക്കും അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് എത്ര മനസ്സിലാകുമെന്നറിയില്ല. കാരണം കലാസന്ധ്യയുടെ ഉദ്ഘാടനമാണ്, വലിയ കലാകാരനൊന്നുമല്ല. അതുകൊണ്ട് യൂണിഫോം ഇട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വർത്തമാനകാലത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ഞാൻ വേർതിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പത്രങ്ങൾ ദിവസേന പത്രങ്ങൾ കണ്ടുവരുമ്പോൾ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഓരോ ദിവസവും പത്രം കാണുമ്പോഴും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്, എൻ്റെ മകനോ എൻ്റെ മകളോ ഒരിക്കലും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പിന്മാറി പോകരുത്. ഇന്നിപ്പം നിങ്ങൾ കണ്ടു കാണും, ഇന്ന് രാവിലെ ഞാനൊരു യൂട്യൂബ് ചാനലിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് കണ്ടതാണ് എങ്ങനെ കോപ്പിയടിക്കാം. പ്ലസ് ടു പഠിക്കുന്ന പയ്യൻ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ കോപ്പിയടിക്കാം, എങ്ങനെ ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻഡിവിജ്വലിലെ പറ്റിക്കാം, എവിടൊക്കെ കോപ്പി സൂക്ഷിക്കാം, എങ്ങനെ ആരും കാണാതെ കോപ്പി അടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് പുതിയ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ കൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ മാറിയിരിക്കുന്നു നമ്മൾ ഇന്ന് ലോകം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അതുപോലെ നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, ഞാൻ പല വേദികളിലും പറഞ്ഞതാണ്,
ഒരു കൊട്ടേഷൻ പത്രത്തിൽ കൊടുത്ത കാര്യമാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണിത് എന്ന് പറഞ്ഞ് ഒരു അമ്മയെ നിഷ്കരണം കൊന്നുകളഞ്ഞ ഒരു മകന്റെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. 10ാം ക്ലാസ്സിൽ പരീക്ഷ, ഇപ്പോൾ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയമാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന ഒരു മകനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ, ഒരു കുഞ്ഞു മകനെ അവന്റെ കൂട്ടുകാർ ഒരുമിച്ച് അടിച്ചു കൊന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് അവർക്ക് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു, കൂട്ടത്തിലുണ്ടാവുന്ന അടിയാണെങ്കിൽ പോലീസ് കേസെടുക്കത്തില്ല, 18 വയസ്സിൽ താഴെയാണെങ്കിൽ പോലീസ് കേസെടുക്കത്തില്ല എന്നുള്ള നിയമപരമായ അറിവുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഈ കൊലപാതകത്തിലേക്ക് മാറിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെല്ലാം വഴക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വഴക്കിന് ഒരു സ്കൂൾ പീരീഡിന്റെ അത്രയും കാലഘട്ടത്തിലുള്ള ഒരു ദൈർഘ്യം മാത്രമേ അതിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. തിരിച്ച് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ അയാൾക്ക് കെട്ടിപ്പിടിച്ച് നമ്മുടെ കെറിയറുകൾ പറഞ്ഞു തീർത്ത് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നവരാണ് ഞാനും എനിക്ക് പിറകിലിരിക്കുന്ന രക്ഷകർത്താക്കൾ മുഴുവൻ. പുതിയ തലമുറ എന്തുകൊണ്ടാണ് അങ്ങനെ മാറി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു വേദി കൂടിയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. പലപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, സിനിമകൾ കണ്ടാൽ മനസ്സിലാവും. പണ്ട് നമ്മൾ സുഹൃത്ബന്ധത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇല്ലായ്മയെക്കുറിച്ചും തമാശകളെക്കുറിച്ചും എല്ലാം സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്നവർ ആ കാലഘട്ടത്തിന് എന്താണോ ആവശ്യമുള്ളത് ആ തരത്തിലുള്ള സിനിമകളാണ് ഓരോ കാലഘട്ടത്തിലും കച്ചവടത്തിനായി ഇറക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വിശ്വാസം. നിങ്ങൾ അന്ന് നമ്മുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ നമ്മൾ കണ്ടിരുന്നത് നല്ല തമാശ സിനിമകൾ കാണുകയായിരുന്നു, ആക്ഷൻ സിനിമകൾ കാണുകയായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച് പിന്നീട് വരികയാണെങ്കിൽ പുഷ്പ എന്ന് പറയുന്ന സിനിമയാണ്. ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ ഡയലോഗെല്ലാം പിള്ളേർക്ക് കാണാപ്പാടോ. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലാതെ ആക്ഷൻ വരെ കാണിച്ചു തുടങ്ങി. പുഷ്പ എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ ആക്ഷനാണ് പിള്ളേരെല്ലാം. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ ഫയർ ആടാന്ന് പറഞ്ഞ് തുടങ്ങി ഏകദേശം അതിന്റെ 2ാം ഭാഗം വന്നു. പുഷ്പയിൽ കണ്ണും പൊട്ടി എരിയായിരുന്നെങ്കിൽ തൊട്ടടുത്തത് വന്ന് മലയാളത്തിനൊരു ആവേശം എന്ന് പറയുന്ന സിനിമ വന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് എൻ്റെ മകളുടെ 4ാം ക്ലാസ്സിലാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ആവേശം. എന്താണ് ഇഷ്ടമെന്ന് എനിക്കറിയാം, എനിക്കതിനകത്ത് വലിയ കാര്യത്തിലൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആവേശമാണ്. ആവേശം എന്താണ് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവൾ പറയുന്നു അതാണ് അച്ഛൻ ആവേശം എന്ന് പറയും. ആവേശവും കഴിഞ്ഞു, അതിനകത്തും കണ്ണും പൊട്ടി ഇരിയായിരുന്നു. തൊട്ടടുത്ത സിനിമ വന്നു മാർക്കോ. ആ മാർക്കോ സിനിമ നിങ്ങൾ കണ്ടു കാണും. ഇതുവരെ പിച്ചാത്തിയും ഇടിവളയും ബാക്കിയുള്ളവർ വെച്ചായിരുന്നു ഇടിക്കുന്നതെങ്കിൽ അതിനകത്ത് ഇടിക്കുന്നത് അല്ലെങ്കിൽ കൈയും കാലും കെട്ടിക്കുന്നത് മെഷീൻ വാൾ വെച്ചാണ്. തൊട്ടടുത്ത സിനിമയിൽ അടുത്ത ദിവസം വന്നു നിർഭാഗ്യവശാൽ എൻ്റെ മക്കളെ കൊണ്ട് ആ സിനിമ പോയി കാണേണ്ടി വന്നു. ആ സിനിമയാണ് ഓഫീസർ പരേഡ് എന്ന് പറയുന്ന സിനിമ. അതിന് കണ്ടു കാണും. അത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പച്ചയായി വരച്ചു കാണിക്കുന്ന ഒരു സിനിമയാണ് ഓഫീസർ പരേഡ്. അതിനകത്ത് ആദ്യം തുടക്കം തന്നെ കാണിക്കുന്ന ഒരു പോലീസുകാരൻ, ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ തൂങ്ങി മരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തൂങ്ങി മരണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. സിനിമകളിൽ പലപ്പോഴും തൂങ്ങി മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു മുട്ടിന് താഴെ കാല് വിറച്ച് ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ, അതൊരു സിംബോളിക്കായിട്ട് നമ്മൾ ആൾ തൂങ്ങി മരിച്ചു എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഈ സിനിമ പോയി കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരാൾ എങ്ങനെയാണ് തൂങ്ങി മരിക്കുന്നതെന്ന് കൃത്യമായി കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അവിടെ തുടങ്ങുന്നത്. പിന്നീട് അതിന്റെ 2ാമത്തെ ഒരു ഭാഗം വരുന്നത് കോളേജിലെ കൗമാരക്കാരായിട്ടും യുവജനങ്ങളുമായിട്ടുള്ള ആൾക്കാർ MDMA എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇത് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ MDMA എന്താണ് സാധനം നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് MDMA ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു സിനിമയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു അവബോധമാണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാം എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. എന്താണോ നമ്മൾ നിരോധിച്ചു വെക്കുന്ന ആ നിരോധനത്തെ എതിർക്കാൻ ശേഷിയുള്ളവരാണ് നമ്മുടെ യുവതലമുറയെല്ലാം. അത്തരത്തിലുള്ള കുട്ടികൾക്ക് MDMA എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്നതും അതുപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന എന്തോ ഒരു അനുഭൂതി, അത് കിട്ടിയാൽ ഉണ്ടാകുന്ന ശക്തി, ശേഷി ഇതിനെക്കുറിച്ചെല്ലാം ആ സിനിമ പറയുമ്പോൾ അവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നൊരു ത്വര മനസ്സിൽ ഏതെങ്കിലും ഭാഗത്തുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസുകാരൻ എന്ന നിലയിൽ ഒരു കാരണവശാലും ഈ സിനിമയെ അനുകൂലിക്കുന്നതാണെന്ന് ഞാൻ. നിങ്ങൾ അതുപോലെ മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞു നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്നേഹവും പ്രേമവും തമാശയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സിനിമയുടെ കണ്ടന്റ് വയലൻസ് ആണ്. എന്തുകൊണ്ടാണ് വയലൻസ് കണ്ടന്റായി ഈ ആധുനിക കാല സിനിമയിൽ വരുന്നത്? ഓരോ കാലഘട്ടത്തിലും വിജയിക്കാൻ ഒക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, സ്വാമി മാളികപ്പുറം എന്നൊരു സിനിമ വന്നു. കാരണം അന്ന് അയ്യപ്പന്റെ സീസണായിരുന്നു, നമ്മുടെ ശബരിമല സീസണായിരുന്നു. ആ സീസണിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയാൽ വിജയിക്കുന്ന സിനിമ മാളികപ്പുറമാണ്. അവർക്കറിയാം, അയ്യപ്പനെ കുറിച്ചുള്ള സിനിമയാണ്, അവർക്കറിയാം. പണ്ട് കാലത്ത് തമാശകളും സ്നേഹബന്ധങ്ങളുമായിരുന്നു കൂടുതലുണ്ടെങ്കിൽ ആ കാലത്ത് കച്ചവട ചരക്കാക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള സിനിമകളായിരുന്നു, അവർക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 24-25 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സിനിമകളിൽ കൂടുതലും
വയലൻസ് ആണ് പ്രമേയമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹം തന്നെ വയലൻസിന് പുറകെയാണ്. നമ്മുടെ കൗമാരക്കാരുടെ ഇടയിൽ മുതൽ ഏറ്റവും പ്രായമുള്ളവരുടെ ഇടയിൽ പോലും വയലൻസ് ഒരു പ്രധാന കഥാപാത്രമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ മക്കൾമാരെ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കേണ്ട സമയമായിരിക്കും. അവർ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും വളരെ കൃത്യമായി അവർ നോക്കേണ്ട സമയമായിരിക്കും. അതുപോലെ തന്നെ രക്ഷാകർത്താക്കളോട് ഒരു ഉപദേശവും നിങ്ങൾ തന്നിട്ടുണ്ടാവും. ഒരു കാര്യം കൂടി, എപ്പോഴും ഇതിന് ഞാൻ പല സ്കൂളുകളിൽ പോകുമ്പോൾ അവിടെ എല്ലാം രക്ഷാകർത്താക്കളായിട്ട് അമ്മമാരായിരുന്നു. എനിക്കിതിനകത്ത് നിന്ന് കുറേ അച്ഛന്മാർ വന്നിട്ടുണ്ട്. ഈ പല കൂട്ടുകാരും പല കുഞ്ഞു കുട്ടികളും നമ്മളെ ഫോണിൽ ഉൾപ്പെടെ വിളിച്ച് പറയാറുണ്ട്, വീട്ടിൽ അച്ഛന്റെ ഉപദ്രവം കാരണം പഠിക്കാൻ എത്തുന്നില്ല, വീട്ടിൽ അച്ഛൻ മദ്യപിച്ചു വലിയ ബഹളമാണ്, അതുകൊണ്ട് എനിക്ക് പാഠപുസ്തകം ഒന്ന് തിരിച്ചു നോക്കാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളെ വിളിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് സ്വയം മാതൃകയാവാതെ ഒരിക്കലും ഒരു കുഞ്ഞിനെ നന്നാക്കാൻ നോക്കരുത്. നമ്മൾ മദ്യപിക്കാതിരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞിലൂടെ പറയാൻ പറ്റൂ നീ മദ്യപിക്കരുത്. നമ്മൾ പുകവലിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ നീ എന്റെ മകൻ പുകവലിയോ കഞ്ചാവോ ലഹരി മരുന്നോ ഉപയോഗിക്കരുതെന്ന് പറയാൻ നമ്മൾ സ്വയം മാതൃകയായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. അതുകൊണ്ട് ഒരു കാര്യം കൂടി, മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഏത് സ്കൂളിൽ ചെല്ലുമ്പോഴും അധ്യാപകർ ആദ്യം വന്ന് നമ്മളോട് പറയുന്ന കാര്യമാണ്, സാറേ പിള്ളേർ മൊത്തം മൊബൈൽ ഫോണാണ് സാറേ, ഒന്ന് സാർ ആ കാര്യം കൂടി പറഞ്ഞേക്കുന്നത് പറയും. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അമേരിക്ക എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിപ്പിക്കുകയാണെങ്കിൽ ഒന്നും നമ്മളെ മാപ്പ് കാണിച്ച് പറഞ്ഞു തരും, ഇന്ത്യയിൽ നിന്ന് ഇത്ര ദൂരത്താണ് ഈ കാണുന്നതാണ് അമേരിക്ക. അല്ലെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന ഇപ്പം എവിടെയും കാണപ്പെടാത്ത ഒരു സാധനമുണ്ട്, ഗ്ലോബ്. ആ ഗ്ലോബിനെ തിരിച്ച് കാണിച്ചു തരും, ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് കിടക്കുന്ന ഭാഗത്താണ് അമേരിക്ക സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. പക്ഷെ ഇന്ന് അമേരിക്ക എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും അറിയാം. കാരണം നമ്മൾ ടൈപ്പ് ചെയ്ത വോയിസിലൂടെ അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുള്ള സ്ക്രീനിൽ വരുന്ന ഒരു കാലഘട്ടമാണ് നടന്നു പോകുന്നത്. നല്ല കാര്യമാണ്. വലിയ തലമുറയ്ക്ക് ഒരു വലിയ മാറ്റം, വിപ്ലവം ഉണ്ടായ ഒരു തലമുറയുടെ മുമ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചെറിയൊരു തമാശ കൂടെ പറയാം. ഒരിക്കൽ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇതുപോലെ ഒരു സൈബറിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടെന്ന് ഭാവം പറഞ്ഞു, അച്ഛനൊക്കെ വിദേശികളല്ലേ, ഞങ്ങളിവിടെ സ്വദേശികളാണ് പറഞ്ഞു. ഞാൻ അവനോട് എപ്പോഴും ചോദിച്ചു, ഞാനിവിടെ വിദേശികളാണ്, ഞാനുണ്ടായിട്ടല്ലേ നീ ഉണ്ടായത്, അത് ഈ നാട്ടിൽ നിന്നല്ലേ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞങ്ങൾ ജനിച്ചത് ഈ സൈബർ യുഗത്തിലാണ്, അച്ഛന്റെ കൂട്ടുകാരും ഒക്കെ ഗതികേട് കൊണ്ട് കമ്പ്യൂട്ടർ പഠിച്ചവരാണ്. അത് എനിക്ക് തോന്നുന്നു എന്റെ കൂട്ടത്തിലുള്ള എന്റെ പ്രായത്തിലും അതിന് മുതിർന്നവരോ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചത് നമ്മളുടെ ഗതികേട് കൊണ്ടാണ്. നമ്മുടെ ജോലി നോക്കാൻ വേണ്ടിയും നമ്മളുടെ പുതിയ പുതിയ കാര്യങ്ങൾ, ആധുനികമായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കൂടുതൽ നോളജ് നേടാൻ വേണ്ടിയും നമ്മൾ ഗതികേട് കൊണ്ട് കമ്പ്യൂട്ടർ പഠിച്ചവരാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇന്ന് ജനിച്ചു വീഴുന്നത് സൈബർ യുഗത്തിലാണ്. എനിക്ക് ഉപയോഗിക്കാൻ അറിയുന്നതിൽ കൂടുതൽ എന്റെ മൊബൈലിൽ ഉപയോഗിക്കാൻ കാര്യങ്ങൾ അറിയാവുന്ന എന്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കാണ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 90% നല്ല കാര്യങ്ങളാണ് മൊബൈലിലുള്ളത്. പക്ഷേ ആ 10% ഭീകരാവസ്ഥയാണ് ഇന്ന് കുട്ടികളെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയൊരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു അധ്യാപികയുടെ മകൻ, ഒരു അധ്യാപിക അവരുടെ ഭർത്താവുമായി സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ ഇതാണ്, അവരുടെ അക്കൗണ്ടിലുള്ള 1,60,000 രൂപ കളവ് പോയി, ഹാക്ക് ചെയ്ത് പോയി. നിങ്ങൾക്കും ഇപ്പൊ പലരും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇതുപോലെ ഓൺലൈൻ തട്ടിപ്പുകൾ വഴി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കേസ് രജിസ്റ്റർ ചെയ്യണം. അവർ പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്യണം, FIR ഇടണം. അങ്ങനെ FIR ഇട്ടു. അതിന്റെ കാര്യങ്ങൾ നമ്മൾ സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലെ 2 മക്കളുമാരുണ്ടെന്ന് പറഞ്ഞ മക്കളുമാരെ നമ്മൾ സ്റ്റേഷനിൽ ഇരുത്തി. മക്കളുമാരെ സ്റ്റേഷനിൽ ഇരുത്തിയപ്പോഴാണ് അത്ഭുതം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോട് ചോദിച്ചപ്പോൾ അവരൊന്നും സമ്മതിച്ചില്ല. സൈബർ സെല്ലിന്റെ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, അമ്മ 10:30 മണിക്ക് ഉറങ്ങും, ടീച്ചറാണ് അമ്മ, രാവിലെ 5:30 മണിക്ക് അലാറം വെച്ച് അമ്മ എഴുന്നേക്കും. 10:30 മണിക്ക് ഉറങ്ങി, അവരും അച്ഛനും അമ്മയും ഒരു റൂമിൽ കിടക്കും, 2 ആൺമക്കൾ തൊട്ടടുത്ത റൂമിൽ കിടക്കും. മക്കൾ അടുത്ത റൂമിലായതുകൊണ്ട് അവർ കഥ അടയ്ക്കാറില്ല. ഈ കഥവ് തുറന്നു കിടക്കുന്നതിനാൽ ഈ മകൻ അമ്മ 10:30 മണിക്ക് കിടക്കുമെന്നും 11-11:15 ആകുമ്പോഴത്തെ ഉറങ്ങുമെന്ന് അറിയാവുന്ന മകൻ 11:15 ആകുമ്പോൾ അമ്മയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകും. അവൻ ഉറങ്ങി പോയി ചാറ്റ് ചെയ്യും. 2 മണി 1 മണി 2 മണി വരെ അവൻ ഫോണിലൂടെ ചാറ്റ് ചെയ്യും. അങ്ങനെ ഫോണിലൂടെ ചാറ്റ് ചെയ്ത ദിവസം ഞാൻ പറഞ്ഞില്ലേ 1,60,000 രൂപ ഏതോ ഒരു ദിവസം രാത്രി 1:30 മണിക്കാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ആ ദിവസം രാത്രിയിൽ 1:30 മണിക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ 18 വയസ്സ് മുകളിലുള്ള ആളാണോ? നിങ്ങൾക്കറിയാം ആ ചാറ്റിംഗ് ഏത് രീതിയിലുള്ള ചാറ്റിംഗ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ആ ചാറ്റിങ്ങിന്റെ ആവേശത്തിൽ അവൻ പറഞ്ഞു,
15 വയസ്സുള്ളവൻ പറഞ്ഞു ഞാൻ 18 വയസ്സിൽ മുതലുള്ള ആളാണ്, ഓക്കെ സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ. അവർക്ക് അമ്മയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 1,60,000 രൂപ പോയത് തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ്. ഈ തായ്വാനിൽ പോയത് മാത്രമല്ല 5 മിനിറ്റിനുള്ളിൽ 15 അക്കൗണ്ടിലേക്ക് ഈ പൈസ ഡിവൈഡ് ചെയ്ത് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളെ കുറിച്ചെല്ലാം നിങ്ങൾ വളരെ കൃത്യമായി നോക്കിയിരിക്കണം. പണ്ട് കൊറോണ കാലത്ത് പറഞ്ഞിരുന്നൊരു ഡയലോഗുണ്ട്, എന്താണ്? ഭയം വേണ്ട, ജാഗ്രത മതി. ഇനിയുള്ള കാലം കൃത്യമായി ജാഗ്രതയോടെ മക്കളെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ അവരെ നോക്കാൻ വേറെ ആരുമില്ല. അധ്യാപകരും രക്ഷകർത്താക്കളുമാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഒരു വലിയ തലമുറയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. വയലൻസ് എന്ന് പറയുന്ന ഒരു തലമുറയിലേക്കാണ് അവർ വളർന്നു വരുന്നത്. എത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും തന്നെ പഠിച്ച് മുന്നേറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന തലമുറ നമ്മൾ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു തലമുറയായി മാറുമെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കുമുള്ള അനുഭവം. അതുകൊണ്ട് പോലീസ് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കലാപരിപാടികൾക്കും കായിക പരിപാടികൾക്കും എല്ലാം മുന്നിട്ടിറങ്ങുന്ന ഒരു കാലമാണുള്ളത്. നിങ്ങൾക്കറിയാം, ഫുട്ബോൾ കളിക്കുന്ന ഇന്നത്തെ മക്കൾ മൊബൈലിലൂടെയാണ്, ക്രിക്കറ്റ് കളിക്കുന്ന ഇന്നത്തെ മക്കൾ മൊബൈലിലൂടെയാണ്. പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടുകളോ കാര്യങ്ങളോ എല്ലാം മാറി ഇപ്പൊ ടർഫുകൾ മാത്രമായി മാറി. ഈ ടർഫുകളിലാണ് ഇന്ന് കുട്ടികളുടെ യുവത്വം നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ പൈസ ഇല്ലാത്തവരെല്ലാം തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണിൽ അഡിക്ഷനിലൂടെ മൊബൈൽ ഫോണിൽ കളിച്ച് അവരുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കായിക കലാവിനോദങ്ങളെല്ലാം ഏറ്റവും ആവശ്യമാണ്. പോലീസ് എന്ന ഭാഗത്ത് മാത്രമല്ല, സമൂഹം തന്നെ അതിനു വേണ്ടിയുള്ള പല പല വേദികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതിലോ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറയുന്നതിലോ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ മക്കളുമാരെല്ലാം ഒരുങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞു അവരുടെ കലാപരിപാടികൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞു മക്കളുടെ മനസ്സിൽ സ്നേഹം എന്നൊരു വികാരം ഉണ്ടാക്കി കൊടുക്കണം. പരസ്പരം അവരെ പഠിക്കുന്ന നിർബന്ധിക്കുന്നതിനോടൊപ്പം ഒരു നല്ല മനുഷ്യനായി, സഹജീവികളോട് സ്നേഹമുള്ള മനുഷ്യനായി വളരാനുള്ള ഒരു സന്ദേശം കൂടി അവരുടെ മനസ്സിൽ കൊടുത്ത് നല്ല മക്കളായി വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഇന്ന് എല്ലാ ദേശവും ഇട്ട് ഏറ്റവും ഭംഗിയായി പരിപാടികൾ അവതരിപ്പിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നൽകുകൊണ്ട് ഈ കലാസന്ധ്യ ഇവിടെയുള്ള എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഗിരീഷ് കുമാർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വെട്ടിക്കാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ S. രഞ്ജിത് കുമാർ, ആശംസ അർപ്പിച്ച വെട്ടിക്കാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ മോഹനൻ, പുത്തൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ ജയേഷ്, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു, കുളക്കട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സന്ധ്യ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനന്തൻ തമ്പി, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ഹേമന്ത്, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ശ്രീ ജയകുമാർ, ശ്രീ സുനിൽകുമാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, കുട്ടികളെ, നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. പെട്ടെന്ന് തന്നെ കലാസന്ധ്യ ആരംഭിക്കപ്പെട്ടില്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരും എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്നതുപോലെ ഇപ്പൊ വാർഷിക ആഘോഷങ്ങളുടെ ഒരു കാലമാണ്. സ്കൂളുകളിലെല്ലാം തന്നെ ഇപ്പോൾ വാർഷിക ആഘോഷങ്ങൾ എല്ലാ സ്കൂളിലും നടന്നു വരുന്ന ഒരു സമയമാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട്, മുൻകാലങ്ങളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് ഇത്തരത്തിൽ വിപുലമായ കലാസന്ധ്യകളടക്കമുള്ള വാർഷിക ആഘോഷങ്ങൾ വിപുലമായി നടത്തി വരാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾ സജീവമായി അൺഎയ്ഡഡ് മേഖലയെ പോലും വെല്ലുന്ന തരത്തിലുള്ള നല്ല വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ LP സ്കൂളുകളുടെ ആയാലും ഹൈസ്കൂളുകളുടെ ആയാലും ഒക്കെ തന്നെ വാർഷിക ആഘോഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ വലിയ ഔന്നത്യത്തിലേക്ക്
നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് കലാപരവും കായികപരവുമായ കാര്യങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ താഴത്തുളങ്ങര സ്കൂൾ കുളങ്ങര പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ്. ഏറെ വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന വലിയ ഒരു സ്കൂൾ എന്നുള്ള നിലയ്ക്ക് നല്ല മെച്ചപ്പെട്ട നിലയിൽ അധ്യാപന രംഗത്തായാലും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളുടെ പഠന രംഗത്തായാലും ഒക്കെ തന്നെ സജീവമായി ശ്രദ്ധിക്കുന്ന അധ്യാപകരുൾപ്പെടെ ഒരു വിപുലമായ സജീവമായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയ്ക്ക് ഈ സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളും നല്ല നിലയ്ക്ക് മെച്ചപ്പെട്ട നിലയിലാണ് എല്ലാ വർഷവും നടത്തിയിരുന്നത്. ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികളോടും PTA ഭാരവാഹികളോടും സ്കൂൾ ഹെഡ് മാസ്റ്റർ അടക്കമുള്ള അധ്യാപകരോടും നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും ഇവിടെ കലാസന്ധ്യയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ അടക്കം വിവിധ മത്സരങ്ങളിൽ കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ അടക്കം ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അത് കഴിഞ്ഞ അധ്യയന വർഷം 7ാം ക്ലാസ്സിൽ ഉയർന്ന സ്കോർ നേടിയ ആൺകുട്ടികൾ. ഗൗരി ആർ നായർ, അടുത്ത വായിക്കട്ടെ. അടുത്ത ശ്രീ ആർ മുരളീധരൻ പിള്ള, റിട്ടയർഡ് HM വക എൻഡോമെന്റ്. കഴിഞ്ഞ അധ്യയന വർഷം 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് SA. താഴത്തുനടത്ത് ശ്രീമതി പൊന്നമ്മ മെമ്മോറിയൽ എൻഡോമെന്റ്. പുത്തൻവീട്ട് ശ്രീ ശ്രീധരൻപിള്ള മെമ്മോറിയൽ. ചെയർമാൻ A. അജി അവറുകൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മി അവറുകൾ, പഞ്ചായത്ത് അംഗങ്ങളായ അജയ് കുമാർ, സന്ധ്യ S. നായർ, വിവിധ ഗ്രന്ഥശാലയിലെ സെക്രട്ടറിമാർ, അധ്യാപകർ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്നിവിടെ നടക്കുന്നത് പഠനോത്സവവും സ്കൂൾ വാർഷികവുമാണ്. ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച ഒരു സ്കൂളാണ് DVUP സ്കൂൾ താഴത്തുളക്കട. കുളക്കട സബ് ജില്ലയിലെ കായികമേള ഉൾപ്പെടെ വിവിധ കായിക മത്സരങ്ങൾ ഉൾപ്പെടെ പാഠ്യേതര വിഷയങ്ങളിലും മികവാർന്ന ഒരു പ്രവർത്തനമാണ് ഈ സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. വരും വർഷക്കാലങ്ങളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എന്നെ വിളിച്ചതിലുള്ള നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാന്യ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ഗിരീഷ് അവറുകൾ, അതുപോലെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ട് ഇവിടുന്ന് കടന്നുപോയ S. രഞ്ജിത അവറുകൾ, അതുപോലെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികൾ, ബഹുമാനപ്പെട്ട പേരൻസ്, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു വാർഷികമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പറയുന്ന പ്രസംഗമോ കാര്യങ്ങളോ ഒന്നും കേൾക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല.
എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുകയാണ്. നമ്മൾ ഈ ഒരു സ്കൂളിൽ വിടുമ്പം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പേരൻസ് നമ്മൾ ഓരോ കുട്ടികൾക്കും ഏറ്റവും മികച്ചത് എന്നുള്ള രീതിയിലാണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്ത് വേണം ഏത് വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഓരോ കുട്ടികളും ഓരോ ദിവസം രാവിലെ എണീക്കുമ്പം ഓരോ പ്രോജക്റ്റുകൾ പറയും. പക്ഷേ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ അത് ഒന്നും ഇല്ലെങ്കിൽ തന്നെ അവർ എവിടുന്നെങ്കിലും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എവിടുന്നെങ്കിലും പൈസ ഒപ്പിച്ച് അതെല്ലാം കൊണ്ടു കൊടുക്കും. പക്ഷേ നമ്മുടെ കുട്ടികൾ ആ ഒരു ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളുടെ പേരൻസ് ഇത് കൊണ്ടുതരുന്നതെന്നുള്ള ഒരു ബോധ്യം അവർക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നമ്മുടെ പേരൻസിൻ്റെ ഒരു കർത്തവ്യമാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഓരോ പേരൻസും എല്ലാ കുട്ടികളിലും അത് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുളക്കട ജംഗ്ഷനെ വെച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. നിങ്ങൾ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കുട്ടികളുടെ അലപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു VHSയിൽ പഠിക്കുന്ന കുട്ടിയാണ്. VHSയിൽ കുളക്കട സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അതുപോലെ തന്നെ അതേ സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഇവർ തമ്മിൽ കുളക്കട ജംഗ്ഷനിൽ അടിയുണ്ടാവുകയാണ്. എന്തോ കാര്യമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ആദ്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വന്ന് അത് കഴിഞ്ഞിട്ട് ഭാരതി ട്യൂഷൻ സെൻ്ററിലോട്ട് വരികയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളമാണ്. വന്ന് കുറച്ച് പേരങ്ങ് പറഞ്ഞയച്ചു, ആദ്യം അങ്ങ് പറഞ്ഞയച്ചു. വീണ്ടും അവൻ തിരിച്ചു വന്നിട്ട് ഈ VHSയിലെ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഒരൊറ്റ തെല്ല്. ഒന്നെങ്കിൽ അവൻ വീണു, അവൻ വീഴുകയുണ്ടായി. പക്ഷേ അവിടെ ഒരു കല്ലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തടിക്കഷ്ണമോ എന്തെങ്കിലും കിടന്നിരുന്നെങ്കിൽ അവൻ്റെ തലയിൽ നിന്ന് അതിൽ ഇടിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു ചിത്രം നേരെ അങ്ങ് തിരിഞ്ഞേനെ. പക്ഷെ നമ്മുടെ പേരൻസ് ഇതൊന്നും അറിയുന്നില്ല, രാവിലെ കഷ്ടപ്പെട്ട് വിടുകയാണ്. ഇത് കൊട്ടേഷൻ വർക്കാണ്, കുട്ടികൾ തമ്മിൽ കൊട്ടേഷൻ വർക്ക്. അപ്പം ഏതോ ഒരു പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായതിൻ്റെ കാര്യമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ആ സ്ഥലത്ത് വരികയും ഇവരെ കൊണ്ടുവന്ന് സ്കൂളിൽ ചർച്ച ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇത് സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ അല്ല, പേരൻസ് തമ്മിലുള്ള ഇഷ്യൂ നമ്മുടെ കുട്ടികളിലേക്ക് വരികയാണ്. അത് അവർ ഏറ്റെടുത്ത് സ്കൂളിലും മറ്റ് ജംഗ്ഷനുകളിലും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കുകയാണ്. ഈ ഒരു അവസരം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവില്ല. പേരൻസ് തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കുക. കുട്ടികളിലേക്ക് അത് കടത്തിവിടാതെ നമ്മൾ ഓരോ പേരൻസും അത് ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികൾക്കും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ സ്കൂളിൽ വിടുന്നത്. അപ്പോൾ ആ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടി കേട്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ ഒരു എൻഡോമെന്റ് കൂടി ഉണ്ട് ഗൗരിക്ക്. കഴിഞ്ഞ അധ്യയന വർഷം ഹിന്ദിക്ക് ഏറ്റവും സ്കോർ നേടിയതും ഗൗരിയായിരുന്നു. ശ്രീമതി സരസ്വതി അമ്മ കോതേലിൽ വക എൻഡോമെന്റ്. കഴിഞ്ഞ അധ്യയന വർഷം 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഉയർന്ന സ്കോർ നേടിയ ആൺകുട്ടി. വൈഷ്ണവ് SV. നിലയ്ക്കൽ വക എൻഡോമെന്റ്. കഴിഞ്ഞ അധ്യയന വർഷം 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഉയർന്ന ക്ലാസ് മലയാളം മീഡിയത്തിൽ നിന്ന് ഉയർന്ന സ്കോർ നേടിയ വർഷം 6ാം ക്ലാസ് മലയാളം മീഡിയത്തിൽ നിന്ന് ഉയർന്ന സ്കോർ നേടിയ പെൺകുട്ടി ദീന ജോൺ. മീഡിയത്തിൽ നിന്ന് ഉയർന്ന സ്കോർ നേടിയ ആൺകുട്ടി പ്രണവ് P. ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഉയർന്ന സ്കോർ നേടിയ പെൺകുട്ടി മുരളിക ലക്ഷ്മി. 5ാം ക്ലാസ് മലയാളം മീഡിയത്തിൽ നിന്ന് ഉയർന്ന സ്കോർ നേടിയ ആൺകുട്ടി. ഈ വർഷത്തെ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയവർ പാർവതി A. നായർ, വൈഷ്ണവ്, മുരളിക ലക്ഷ്മി. പാർവതി A. നായർ,
വർഷത്തെ 5ാം ക്ലാസ് മലയാളം മീഡിയത്തിൽ നിന്ന് ഉയർന്ന സ്കോർ നേടിയ ആൺകുട്ടികളുടെ സ്കോർ നേടിയ പെൺകുട്ടി അർഷിയ മറിയം ജോയ്. അർഷിയ മറിയം ജോയ്. തുളസീധരൻ പിള്ള കാഞ്ചിരംഗിണ മെമ്മോറിയൽ വക എൻഡോമെന്റ്. ഈ അധ്യയന വർഷത്തെ 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും ഉയർന്ന സ്കോർ നേടിയ ആൺകുട്ടി യാദവ് മനു. അഖിൽനാഥ് അഖിൽ മലയാളം മീഡിയത്തിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടി അശ്വജിത്ത് ആർ. കുട്ടികളാണ് അത് പങ്കിട്ടിരിക്കുന്നത്. ശ്രീനന്ദ, അഭിമന്യു, ജ്യോതിക. പുലിക്കാട്ട് വീട് കൃഷ്ണപിള്ള മെമ്മോറിയൽ എൻഡോമെന്റ് ആദിലേജി. കഴിഞ്ഞ അധ്യയന വർഷം മലയാളം മീഡിയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടി അഞ്ജന പി. അഞ്ജന പി. അഞ്ജനയെ വിളിച്ചായിരുന്നല്ലോ, എന്താ പറയാൻ? അനന്യ, സ്നേഹ ഉദയൻ, ആഷിഖ് അനിൽ, ശ്രീപാദ്, ജ്യോത്സ്ന സജി, നന്ദന, അവന്തിനാഥ്, മിലൻ കെ പൊന്നച്ചൻ, അഗൻ രാജ്, വൈഷ്ണവി കെ നായർ. ഐശ്വര്യ. അഭിഷേക്. ആദിദേവ്. ദയാത്തരു. ദയ എത്തിയില്ല, അപ്പൊ ദയയുടെ ആങ്ങളെ അയച്ചു വാങ്ങുന്നു. അവന്തിക. സ്നേഹ ഉദയൻ. വൈഷ്ണവി കെ നായർ. അത് ശ്രീപാദ്. ജ്യോത്സ്ന സജി. മിലൻ കെ പൊന്നച്ചൻ, അഗൻ രാജ്. സാർ ഹേമന്ത് സാർ അയച്ചു വന്നു. രേവതി. എല്ലാവരെയും അമ്മമാരാ. രേവതി.
വേദായം നായർ. ഗൗരീകൃഷ്ണ എമ്മ, മുരളിക ലക്ഷ്മി, നിരഞ്ജൻ, നിവാസി വിജയ്, നിരഞ്ജൻ, മീനാക്ഷി, അഞ്ജസി, മീനാക്ഷി, ആദിത്യകൃഷ്ണൻ, അനശ്യാമ, ശ്രീരാമകൃഷ്ണ, വൈഷ്ണവ്, വൈഷ്ണവ്, മീനാക്ഷി, ആദിലേജി, ആദിൽ, എഴുതി, സെബ മനോജ്, കാശിനാഥ്, എഴുതി, അശ്വിൻ സുനിൽ, ദേവനന്ദ, അഞ്ജസി, ദേവനന്ദ, കാർത്തിക്, എഴുതി, സുധീർത്ത്, ആർസി, മെർലിൻ കെ പൊന്നച്ചൻ. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് മെർലിൻ കെ മെർലിൻ സുധീർത്ത്, ദേവജ്, സൗരവ്, മാളവിക, അഞ്ജസി, മാളവിക, അക്ഷര കൃഷ്ണ, എഴുതി, ദേവശ്രീ, എഴുതി,
ജ്വാല 5B. ജ്വാല 5B. അക്ഷിത 5C. സാറേ അക്ഷിതയുടെ അതിൽ കൃഷ്ണ 6A. അതിൽ കൃഷ്ണ 6A. മാളവിക 5B. മാളവിക 5B. സബ് ജില്ലാ പുരസ്കാരങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൈകാരജിത്ത് 6B. വിഘ്നേഷ് 7B. 5B. അപ്സര 5B. ശ്രീബാല 6C. യദു കൃഷ്ണൻ 7B. അനുനന്ദൻ 7B. അഭിനവ് 7A. അഭിനവ് 7A. നവമി 5B. ദക്ഷിണ 6B. ദക്ഷിണ അശ്വജിത്ത് 5B. അശ്വജിത്ത് 5B. നവമി 6B. നവമി 6B. അഭിനന്ദ് 6A. ആദിരൂപ് 5A. ആദിരൂപ് 5A. ആദിരൂപ്. ശ്യാം ജപതുരേ. ദേവേന്ദു 7B. ദേവേന്ദു. നിവേദ്യ 5B. യബിനിത് 6B. ആദിദേവ് 5C. അഞ്ജിത ആർ ലാൽ 6B. അഞ്ജിത ആർ ലാൽ. സനീഷ 6C. സിദ്ധാർത്ഥ് ലാൽ 7A. മിലൻ 7B. അഭിനന്ദ് 7A. അഭിനന്ദ് 7A. മിത്ര 5B. അലീഷ 5B. അലീഷ മറിയം ജോയ് 5B. വന്ദന 5B.
നിവേദ്യ 7B. ഭഗത് RSC. അർഷിയ ശ്രേയസ് RSC. ശ്രേയസ് RSC. അദ്വൈതനിൽ RSC. അദ്വൈതനിൽ. ശ്രീനന്ദ 5B. ശ്രീനന്ദ 5S RSC. അലൻ വൈ സജി. അമേയ RB. അമേയ. മാളവിക S അനൂപ്. നവമി 7B. അശ്വതി പ്രകാശ് 7B. ആയിഷ 5B. ആയിഷ 5B. ഈശ്വർ RB. ഈശ്വർ കൃഷ്ണ RB. കീർത്തന 7B. ഐശ്വര്യലക്ഷ്മി RSC. ഐശ്വര്യലക്ഷ്മി. പ്രണവ് 7B. അലിത തമ്പോല 7A. ശ്രുതകീർത്തി 6A. 7B. ആവണി 5C. ആവണി 5C. സെറ സൂസൻ ജോൺ 5B. സെറ. അശ്വന്ത് B RB. അശ്വന്ത് RB. പാർവതി നായർ 5C. പാർവതി നായർ. അഷ്ടമി RSC. അഷ്ടമി. അഷ്ടമി RSC. കാശിനാഥ് 5B. കാശിനാഥ് 5B. കാശിനാഥ് 5C. കാശിനാഥ് 5C. RS 5C. അമേഘ 5C. ആദിദേവ് RC. ശ്രീരാഗ കൃഷ്ണ 7B. അക്ഷര ശ്രീജിത്ത് 7B. അക്ഷര ശ്രീജിത്ത് 7B. അടുത്ത സ്കൂൾ തല അക്കാദമിക മികവ് സമ്മാനമാണ് 5Aയിൽ നിന്ന് അഭിനവ് B. ഈ പേര് വിളിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. അഭിനവ് B. ആദിത്യൻ B പിള്ള. ആകാശ് B. സനൽകുമാർ. വിഷ്ണു. അക്ഷര അജികുമാർ.
അമൃത അനി, അതുല്യ എസ്, കരുണ സുനിൽ, ശില, ശ്രേയ പ്രദീപ്, ശ്വേത ജി, തന്മയ ബിനു, വൈകാ രതീഷ്. ഇത്രയും പേര് 5A നിന്ന് എല്ലാവരെയും വിളിച്ചെന്ന് തോന്നുന്നു. എല്ലാവരും സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. R C ആണ് വിളിക്കുന്നത്. ജയലക്ഷ്മി, സോറി